ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരുപാട് അച്ഛന്മാരുണ്ട്. അപ്പോൾ കത്തനാർ ക്ലബിലെ ഓരോ അംഗങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ഫാദർ ജോസഫ് പുതുവേട് SLBH എന്ന് വിളിക്കും. ഞാൻ 2010 അച്ഛനായതാണ്. ഇപ്പം വടവത്തൂർ സെമിനാരിയിൽ PG കഴിഞ്ഞു ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും അച്ഛനെ സംബന്ധിച്ച് ഒരുപാട് തിരക്കുകളുള്ളൊരു അച്ഛനാണ്. ഇപ്പോൾ ഡോക്ടറേറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ കത്തനാർ ക്രിക്കറ്റ് ക്ലബ്ബിൽ അംഗമായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം? അച്ഛൻ്റെ ലൈഫിൽ ഈ ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് വരുത്തിയേക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ സെമിനാരി കാലം തൊട്ടേ ഞങ്ങൾക്ക് എല്ലാവർക്കും ടൈം ടേബിളിൽ പ്രാർത്ഥനയുടെ കൂടെ തന്നെയുള്ളൊരു കാര്യമാണ്. നമുക്ക് ശാരീരികമായിട്ടുള്ള ഒരു കായികക്ഷമത എന്ന് മാത്രമല്ല, അത് ഒരു ശാരീരിക ഉല്ലാസം എന്ന് പറയാം, മാനസിക ഉല്ലാസം പോലെ ആവശ്യമാണത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ യുവജനങ്ങളെയെല്ലാം നമ്മൾ ഒത്തിരി കാര്യങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ബാക്കിയുള്ള അഡിക്ഷൻസിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞാലും അവർക്ക് എന്ത് നമ്മൾ കൊടുക്കുന്നെന്നുള്ള ഒരു പ്രശ്നമാണ്. അവരോട് ഇങ്ങനെ കളിസ്ഥലത്തേക്ക് ഇറങ്ങാതെ നമുക്കൊരിക്കലും ഒരു അഡിക്ഷനിൽ നിന്ന് മാറ്റാം. ഇത്ര നേരം നിങ്ങൾ നോക്കിക്കോ, ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ദിവസം ഫുള്ള് ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ആയിരിക്കുമ്പോൾ എത്രയോ നേരമായിട്ട് കളിയെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളാരും. നമ്മൾ ഇന്നത്തെ യുവജനങ്ങൾക്കോ അല്ലെങ്കിൽ ചെറിയ വളർന്നു വരുന്ന തലമുറയ്ക്കും വന്നേക്കുന്ന പക്ഷേ അവർ മൊബൈൽ അഡിക്റ്റഡ് ആകുന്നതിന് കാരണം അവർ വീടിന് പുറത്തിറക്കുന്നില്ല, അവരെ കളിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾക്ക് പേടിയാണ്, കളിച്ചാൽ വീഴുവോ അല്ലെങ്കിൽ കളിച്ചാൽ വഴക്കുണ്ടാകണം. തോക്കുന്നതിൻ്റെ വിഷമം അറിയണം. ഞങ്ങൾ ഇന്ന് ആദ്യത്തെ കളിയിൽ ഞങ്ങൾ തോറ്റുപോയില്ലേ, ഏറ്റവും നല്ല കളി ഞങ്ങളുടേതായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അവസാന നിമിഷത്തെ ഒരു കളിയാകുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ തോറ്റാലും വീണ്ടും കളിക്കുക, അങ്ങനെ തോറ്റു കൊടുക്കുന്നതിൻ്റെ ഒരു പ്രഷറിനെ അതിജീവിക്കാൻ നമ്മൾ പഠിക്കുന്നില്ലെങ്കിലാണ് സൂയിസൈഡൊക്കെ കൂടുതൽ വരുന്നത്. കളിയെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് ഈ പേര് പോലും ഞങ്ങളതുകൊണ്ട് കത്തനാരാണ് ഞങ്ങൾ. കത്തനാരുമാരും ഇതിനകത്തൊട്ടും അതും ഏറ്റവും നന്നായിട്ട് കളിക്കുന്നവരാണ്. എല്ലാ ഫീൽഡിലുള്ള അച്ഛന്മാരും ഉണ്ട്. ഇങ്ങനൊരു അവസരം കിട്ടിയത് ഇപ്പം കോർപ്പറേറ്റ് ടീമിൻ്റെ അവരുടെ ഒരു മത്സരം വന്നപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അതിന് മുമ്പ് കളിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പം അതിനെയൊക്കെ നമ്മൾ ഇനിയും കൂടുതൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള ഗെയിമുകൾ തുടങ്ങിയാൽ നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളും കൂടും. അതിനെയും കൂടെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കത്തനാർ ക്രിക്കറ്റ് ക്ലബ്ബ്, ഒത്തിരി സന്തോഷമാണ്. നമ്മുടെ അച്ഛന്മാർ പുതിയൊരു ക്രിക്കറ്റ് ക്ലബ്ബ് രൂപീകരിച്ചിരിക്കുകയാണ്. അച്ഛനെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഫാദർ ആൻസിലോ ഇലഞ്ഞിപ്പറമ്പിൽ. ഞാൻ SP കോളേജിൽ MSW സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുന്ന വൈദികനാണ്. അച്ഛാ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ക്രിക്കറ്റ് ക്ലബ്ബ് രൂപീകരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അച്ഛന്മാരുടെ ക്രിക്കറ്റ് ക്ലബ്ബ് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ക്രിക്കറ്റ് ക്ലബ്ബ്? എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് പോലെ തന്നെ എനിക്ക് തോന്നുന്നത് പുറം രാജ്യങ്ങളിലൊക്കെ തന്നെയും ഫുട്ബോളുകൾ ടൂർണമെൻറ്റുകളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ക്ലബ്ബുകളൊക്കെ തന്നെയും പള്ളിയോടും അതിനോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ടാണ് വന്നിരിക്കുന്നത്. പാരീസ് സെയിൻറ്റ് ജർമ്മൻ എന്ന് പറയുന്ന ക്ലബ്ബുകളൊക്കെ അതൊക്കെ ഇപ്പോഴും ഒരു സെയിൻറ്റിൻ്റെ പേരിലാണത് ആ ഒരു ക്ലബ്ബുകളൊക്കെ അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് നമുക്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പള്ളി അച്ഛന്മാർ കുർബാന അത് മാത്രമല്ല, നമുക്കൊരു സമൂഹത്തെ മുഴുവനും കൊണ്ടുവരുവാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ പുതിയ തലമുറകളൊക്കെ തന്നെയാണേലും മറ്റു പല കാര്യങ്ങളിലേക്ക് ഡീവിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ലതായിരിക്കും. ഇപ്പം എനിക്ക് നോക്കുമ്പോൾ കണ്ടങ്ങളൊക്കെ മാറി, നമുക്ക് ഗ്രൗണ്ടുകളൊക്കെ മാറി ഇപ്പോൾ ടർഫുകളായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം കുട്ടികൾ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ വൈദികരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും ഇതിൽ നിന്നും മാറിയ ആൾക്കാരല്ല, ഞങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഞങ്ങൾക്കും ഈ ഒരു കളി ആവശ്യമാണ്. ഞങ്ങളുടെ ടൈറ്റ് ഷെഡ്യൂളുകളെ മാറി ഇതുപോലെയുള്ളൊരു കൂട്ടായ്മയൊക്കെ ആവശ്യമാണെന്നാണ് തോന്നുന്നത്. അച്ഛാ, കളി കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു കളി കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു വൈദികനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മാക്ടിവിയുടെ സ്വന്തം ഡയറക്ടർ ജോജിനച്ചനാണ്. അച്ഛാ, നമ്മുടെ കത്തനാർ ക്രിക്കറ്റ് ക്ലബ്ബ് എന്താണ് ഇതിനെക്കുറിച്ച് ആദ്യം പറയാനുള്ളത്? ഒത്തിരി സന്തോഷം. കാരണം ഞങ്ങൾ അച്ഛന്മാരെല്ലാം സെമിനാരി പഠിക്കുന്ന കാലത്തെല്ലാം ഞങ്ങൾ ക്രിക്കറ്റ് പല കളികളൊക്കെ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ സെമിനാരി ഫോർമേഷൻ കഴിഞ്ഞ് അതിനുശേഷമുള്ള പരിശീലനങ്ങളൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും ഒത്തിരി ദൂരദേശങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടൊക്കെ ഒത്തിരി നാളായി. പക്ഷേ കുറച്ച് നാളായി അച്ഛന്മാരുടെ ഒരു ആഗ്രഹം പറയാൻ തുടങ്ങി, നമുക്ക് ഒരുമിച്ച് കൂടണം, കളിക്കണം, ഒരുമിച്ച് കൂടുന്ന സമയങ്ങൾ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പുറത്താണ് അച്ഛന്മാർ ക്രിക്കറ്റ് ടീം പതുക്കെ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയത്.
അപ്പോൾ കളിച്ച് തുടങ്ങിയതനുസരിച്ച് ഒത്തിരി അച്ഛന്മാർ ഗ്രൂപ്പിലോട്ടായി. ഇപ്പോൾ ഏതാണ്ട് 10-40 അച്ഛന്മാരോട് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പേഴ്സായിട്ടുണ്ട്. പറ്റുന്ന സമയങ്ങളിലെല്ലാം ആഴ്ചയിൽ 1-2-3 ദിവസങ്ങളിലൊക്കെ വെച്ച് കളിച്ച് ഒരുമിച്ച് കൂടി ഏതെങ്കിലും ഒരു കോമൺ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി കളിക്കപ്പുറം ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നു, ഒരുമിച്ച് പഴയ സൗഹൃദങ്ങൾ പുതുക്കാൻ സാധിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ചെറുപ്പത്തിൽ എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് ക്രിക്കറ്ററെ പുറത്ത് കൊണ്ടുവരുവാനും നമ്മൾ പലപ്പോഴും ചിന്തിക്കുമല്ലോ ഈ അച്ഛന്മാർക്ക് അങ്ങനത്തെ കളിക്കാൻ പറ്റുമോ, അല്ലെ അച്ഛന്മാർ ക്രിക്കറ്റ് കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. പക്ഷേ അങ്ങനെ ഒരു ക്രിക്കറ്ററെ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു. അത് വളരെ ആഘോഷത്തോടുകൂടി അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നതിൽ വലിയൊരു സന്തോഷമുണ്ട്. അച്ഛൻ്റെ സ്പെഷ്യലൈസേഷൻ എന്താണ്? ബോളിംഗ് ആണോ ബാറ്റിംഗ് ആണോ എന്താണ്? ഞാൻ എല്ലാം ചെയ്യും, ബോളിംഗ് ചെയ്യും, ബാറ്റിംഗ് ചെയ്യും. ഓവറോൾ ക്രിക്കറ്റെ പൂർണ്ണമായിട്ടും ഒത്തിരി എനിക്ക് ഒരുപക്ഷെ ചെറുപ്പത്തിൽ ഈ അച്ഛനാവുകയോ എന്താകണമെന്നുള്ള അതിൽ എനിക്ക് 2 ഓപ്ഷനായിരുന്നു. ഒന്നുകിൽ അച്ഛനാവണം അല്ലെങ്കിൽ ക്രിക്കറ്റർ ആവണം എന്നൊരു ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുൾഫില്ലായി. തീർച്ചയായിട്ടും 2 ഫുൾഫില്ലായി. ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന കാലത്ത് ഇതുപോലെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. പക്ഷേ സെമിനാരി പഠിച്ച് ഞാൻ പുറത്തിറങ്ങിയ വർഷമാണ് വത്തിക്കാൻ ക്രിക്കറ്റ് ടീം തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഈ ടീം തുടങ്ങിയതിൻ്റെ പേരിലൊക്കെ. കാരണം ഞാൻ തലേവർഷം വരെ ടീമിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിനുശേഷം പിന്നീട് ഈ ടീം പുറത്ത് പലയിടത്തും കളിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള അച്ഛന്മാർക്കറിയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് കളിച്ചത്. അതുകൊണ്ട് ഞാൻ പഠിത്തം കഴിഞ്ഞ് പോകുന്നത് കൊണ്ട് എനിക്ക് ആ ടീമിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെന്നും ഞാൻ ഉണ്ടായിരുന്നേ കളിക്കാൻ പറ്റുമായിരുന്നെന്നും ടീമിലുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു. പക്ഷേ പിന്നീട് ഞാനവിടെ പഠിക്കാൻ ചെന്നപ്പോഴത്തേക്കും എനിക്കൊരു 2 ബാറ്റ് സമ്മാനമായിട്ട് തന്നു. അപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ആ ബാറ്റ് പൊട്ടിച്ച് നോക്കിയത്. അപ്പോൾ ആ ബാറ്റ് അയച്ചു തന്ന അച്ഛൻ എന്നോട് പൊളിച്ച് പറഞ്ഞു ബാറ്റ് പൊട്ടിച്ച് നോക്കി, അതൊരു സ്പെഷ്യൽ ബാറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്പെഷ്യൽ ബാറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു അതിലൊരു ഒപ്പുണ്ടെന്ന് പറഞ്ഞു ആ ബാറ്റേൽ. അപ്പം ഞാനത് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴാണ് എന്നോട് ഈ അച്ഛൻ പറയുന്നത് വത്തിക്കാൻ ക്രിക്കറ്റ് ടീം ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്തപ്പോൾ മാർപ്പാപ്പ ഒപ്പിട്ട ബാറ്റാണ് ഈ ബാറ്റ്, ആ ബാറ്റ് അച്ഛന് സമ്മാനമായിട്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പോയ പലതും വളരെ ഇതായിട്ട് തിരിച്ച് നമ്മുടെ കയ്യിൽ തിരിച്ചു വരുന്ന പോലെയൊക്കെയുള്ള ഓർമ്മകൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആ ബാറ്റും എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രിക്കറ്റ് എല്ലാം ഒരു ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണെന്ന് പറയാം. അല്ലെങ്കിൽ അങ്ങനെ പല ദൈവാനുഭവങ്ങൾ ക്രിക്കറ്റ് കളി കൊണ്ടും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ സന്തോഷമുള്ളൊരു അവസരമാണ്. പ്രത്യേകിച്ച് അച്ഛന്മാരെല്ലാം കൂടെ ഒരു ദിവസം ഒരുമിച്ച് കൂടി കളിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സ്വന്തം കത്തനാർ ക്രിക്കറ്റ് ക്ലബിനെയാണ്. അച്ഛൻ ഒത്തിരി സന്തോഷം ഇങ്ങനൊരു ക്ലബ്ബ് രൂപീകരിച്ചു. ഇതാ ഇവിടെ ഫസ്റ്റ് മാച്ച് നിങ്ങൾ ഇന്ന് കളിച്ചിരിക്കുകയാണ്. ഈ കോർപ്പറേറ്റ് അധ്യാപകർക്ക് വേണ്ടി ഒരു മാച്ചാണ് ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്, TCL. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആശയം, അധ്യാപകർക്ക് വേണ്ടി ഒരു ക്രിക്കറ്റ് ലീഗ്? നമ്മുടെ കോർപ്പറേറ്റിലെ അധ്യാപകർ 7 സോൺ അധ്യാപകരുണ്ട്. ആ 7 സോൺ അധ്യാപകർക്ക് നമ്മൾ സാധാരണ ഒരു കൺവെൻഷനോ ഒരു ഇൻ്റലക്ച്വൽ പ്രോഗ്രാമൊക്കെയാണ് സംഘടിപ്പിക്കുന്നത്. ഒരു എൻ്റർടൈൻമെൻറ്റൂടെ ആയിക്കോട്ടെ എന്നോർത്ത് ഈ വർഷം ഒരു ചരിത്രത്തിലാദ്യമായിട്ട് ഇങ്ങനൊരു ക്രിക്കറ്റ് മത്സരം ക്രമീകരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ അതിഥി ടീമായിട്ട് നമ്മുടെ അച്ഛന്മാരുടെ ഒരു ടീമും പങ്കെടുക്കുന്നു. അങ്ങനെ 8 സോണായിട്ട് മനോഹരമായിട്ട് ESP കോളേജ് അങ്കണത്തിൽ സംഘടിപ്പിക്കാൻ സാധിക്കുന്നു. നമുക്ക് മണിമല നെടുങ്കുന്നം ചേർന്ന ഒരു സോണ്, ചങ്ങനാശ്ശേരി ഒരു സോണ്, കൂർമനാട് ഒരു സോണ്, എടത്വ ഒരു സോണ്, ചമ്പക്കുളം ഒരു സോണ്, അതിരമ്പുഴ ഒരു സോണ്, അമ്പൂരി ഒരു സോണ്, പിന്നെ അച്ഛന്മാർ, അങ്ങനെ 8 ടീമാണ്. അമ്പൂരി, അരിങ്കാവ് അങ്ങനെ 2-3 സ്കൂളുകൾ മാത്രമുള്ള ഒരു ചെറിയ സോണാണ്. പക്ഷേ അവർ നല്ല ഉജ്ജ്വലമായി കളിച്ച് ഇപ്പോൾ ഫൈനലിൽ എത്തിയിരിക്കുന്നു. അതോടൊപ്പം ചമ്പക്കുളത്തെ ടീമും ഫൈനലിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ മനോഹരമായ ഒരു മത്സരമാണ്. അതിൽ അച്ഛന്മാർക്കും വന്നു ചേരാൻ സാധിച്ചത് സന്തോഷം. അച്ഛന്മാരും ഗംഭീരമായിട്ട് കളിക്കുന്നവരാണ്. എല്ലാ അധ്യാപകരും, കായിക അധ്യാപകരല്ല, എല്ലാ അധ്യാപകരും അവരുടെ ചെറുപ്പവും എനർജിയും എല്ലാം ഒന്ന് റീവൈറ്റലൈസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു അവസരമായിട്ട് ഇതിനെ കാണുന്ന ക്രിക്കറ്റ് കളി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഹൃദയത്തിലുള്ളതാണ്. മനോഹരമായൊരു ഗെയിമാണ്. കുറച്ച് ചൂടും വെയിലും ഒക്കെ ഉണ്ടെങ്കിലും ഭംഗിയായിട്ട് കളിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു സന്തോഷ ദിനമായിട്ടൊരു ഉത്സവ ദിനമായിട്ട് ഈ ദിനം നമ്മൾ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ നമ്മുടെ കോർപ്പറേറ്റ് മാനേജറാണ്. അച്ഛൻ ഈ ക്രിക്കറ്റിനോടുള്ളൊരു ഇഷ്ടം, പാഷൻ, അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? ക്രിക്കറ്റ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടല്ലോ. നമ്മൾ ക്രിക്കറ്റ് കളി കണ്ടാണ് പഠിച്ചത്. സച്ചിൻ തെണ്ടുൽക്കറെ കണ്ടാണ് നമ്മളെല്ലാം ക്രിക്കറ്റിലേക്ക് ആകർഷിതരായത്. അതുകൊണ്ട് ചെറുപ്രായം തൊട്ടേ ക്രിക്കറ്റ് കളിക്കുന്നു, ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നു, ക്രിക്കറ്റിൻ്റെ ആരാധകരാണ്. പിന്നെ മനോഹരമായ ക്രിക്കറ്റ് മുഹൂർത്തങ്ങൾ നമ്മൾ കാണുന്നു. സച്ചിൻ മുതൽ സൗരവ് ഗാംഗുലി, ഇപ്പോൾ മുഹമ്മദ് അസ്റുദ്ദീൻ, ഇപ്പോൾ ജമീമ റോഡ്രിഗസും സഞ്ജു സാംസണും എല്ലാവരും ഉജ്ജ്വലമായ ജീവിത സാക്ഷ്യവും അതോടൊപ്പം നല്ല ഗംഭീരമായ ഗെയിമും കാഴ്ചവെക്കുന്നവരാണ്. അതുകൊണ്ട് ഇതൊരു നല്ല സൂപ്പർ ഒരു ഗെയിമുമാണ്. അപ്പോൾ നമ്മുടെ ഈ TCL ഇനിയുള്ള വർഷങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? എല്ലാ വർഷവും നടത്തണമെന്നാണ്. ഇത് നമ്മൾ ഇത്രയും ഒരു പരീക്ഷണാർത്ഥം നടത്തിയാണ്. വൻ വിജയമാണ്, എല്ലാവർക്കും ഒരു ആവേശമാണ്. അതുകൊണ്ട്
സൂപ്പറായിട്ട് ഈ മത്സരം നടക്കട്ടെ. ഇത് നമ്മുടെയൊക്കെ ഒരു ഗെയിം എന്നതിലുപരി നമ്മുടെ എല്ലാവരുടെയും ഒരു സർഗസാക്ഷാത്കാരത്തിൻ്റെ അവസരമാണ്. അതുകൊണ്ട് സച്ചിൻ തെണ്ടുൽക്കർ വിടവാങ്ങൽ മത്സരത്തിൽ പറഞ്ഞതുപോലെ ഒരു നല്ല ക്രിക്കറ്റർ ആയിരിക്കുക എന്നതുപോലെയും അതിലുപരിയും പ്രധാനമാണ് ഒരു നല്ല മനുഷ്യനായിരിക്കുക എന്നത്. അതുകൊണ്ട് നല്ല മനുഷ്യത്വവും നല്ല ഗെയിമും എല്ലാം സംഗമിക്കുന്ന ഒരു വേളയാണ്. അതുകൊണ്ട് തീർക്കുകയും ചെയ്തത് KCA മെമ്പേഴ്സാണ്. ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ഈ ഒരു ക്രിക്കറ്റ് മാച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികരുടെ ടീമായിട്ടുള്ള കത്തനാർ ക്രിക്കറ്റ് ടീം ഈ ഒരു മത്സരത്തിൽ മത്സരിക്കുന്നുണ്ട് ഈ അധ്യാപകരോടൊപ്പം. അച്ഛാ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രിക്കറ്റ് മത്സരം ഒപ്പം കത്തനാർ ടീം? ക്രിക്കറ്റിൻ്റെ ഒരു കാലഘട്ടമാണ് ഇത്. IPL അങ്ങനെയുള്ള പലതരം മത്സരങ്ങൾ, വേൾഡ് കപ്പ് കഴിഞ്ഞു, അങ്ങനെ പലതരം മത്സരങ്ങൾ കടന്നുപോയൊരു കാലഘട്ടം, നടക്കുന്നൊരു കാലഘട്ടം. അപ്പോൾ ആ ഒരു സമയത്ത് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരുപാട് അച്ഛന്മാരുണ്ട്, കളിക്കാൻ ആഗ്രഹിക്കുന്ന അച്ഛന്മാർ. അപ്പം നമുക്കറിയാം മാർപ്പാപ്പയ്ക്ക് അവിടെ റോമിൽ പോലും ഒരു ക്രിക്കറ്റ് ക്ലബ്ബുണ്ട്. അപ്പം അതുപോലെ ചങ്ങനാശ്ശേരി അതിരൂപത ഇവിടെ ഒരു ക്രിക്കറ്റ് ക്ലബ്ബ്, അച്ഛന്മാരുടെ ഒരു കൂട്ടായ്മയിൽ ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് അച്ഛന്മാർക്ക് ഉള്ള ഒരു റിലാക്സേഷനാണ്, ഒരു സന്തോഷത്തിൻ്റെ നിമിഷമാണ്, ഒരു കൂട്ടായ്മ വർദ്ധിപ്പിക്കാനുള്ള നിമിഷമാണ്. ഇതൊരു സന്തോഷം കൊണ്ട് ഈ അച്ഛന്മാരെല്ലാം ചിലപ്പം ഇവരെയൊക്കെ നമുക്ക് അറിയായിരിക്കും, പക്ഷേ അധികമായ ബന്ധം നമുക്ക് ഇവരുമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം അച്ഛന്മാരുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാക്കാൻ, പരസ്പരം ഉണ്ടാക്കാൻ, അതിനോടൊപ്പം ഇന്ന് ഈ ഒരു ദിവസം നമുക്കറിയാവുന്ന കുറേ സാറുമാർ ഇവിടെയുണ്ട്, അതിനോടൊപ്പം അറിയാത്ത കുറേ സാറുമാരുണ്ട്. ഇവരെല്ലാം പരിചയപ്പെടാൻ ഈ ഒരു ദിവസം നമുക്ക് ഉപകാരപ്പെട്ടു. അതുകൊണ്ട് ഈ കത്തനാർ ക്ലബ്ബ് ഇനിയും ഒരുപാട് മത്സരങ്ങൾ കളിക്കാൻ ആഗ്രഹിക്കുന്നു, നന്നായി പോകാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞങ്ങളെ സംബന്ധിച്ച്, അച്ഛന്മാരെ സംബന്ധിച്ച് ഇടവകളിലെയും മറ്റ് ശുശ്രൂഷകളിലെയും ഒക്കെ ഇടയ്ക്ക് ഇതൊരു സന്തോഷത്തിൻ്റെ വലിയ നിമിഷമാണ് ഈ ഒരു ക്ലബ്ബ്. നമ്മുടെ കത്തനാർ ക്രിക്കറ്റ് ക്ലബിനെയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ഫാദർ ഡൊമിനിക് മുരിയൻ ഗാവങ്കൽ, 51 വയസ്സായി. വടവാതൂർ സെൻറ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ പഠിപ്പിക്കുന്നു. ക്രിക്കറ്റിനോടുള്ള പാഷനാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. കളിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത പോലും ഇല്ല, അങ്ങ് വരികയാണ്. അപ്പം അച്ഛനൊക്കെ ഒരുപാട് തിരക്കുള്ള ആളാണ്, ഇപ്പോൾ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ആളാണ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആളാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ക്രിക്കറ്റിന് വേണ്ടി സമയം കണ്ടെത്തുന്നു. ആ ഒരു മാറ്റം ക്രിക്കറ്റിലേക്ക് പിന്നെ ഇതാ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു പാഷനാണ് ക്രിക്കറ്റ്. ഇപ്പം ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾ അച്ഛന്മാരുടെ കൂട്ടായ്മയാണ്, അതാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജോർജിനച്ഛനോട് ഞാൻ പല ആവർത്തി പറഞ്ഞു, നമ്മൾ അച്ഛന്മാർ തമ്മിലുള്ള ഒരു കൂട്ടായ്മ ഏതൊക്കെ രീതിയിൽ നമ്മൾ ചിന്തയുടെ രംഗത്തുണ്ട്, ആശയത്തിൻ്റെ രംഗത്തുണ്ട്, പള്ളികളിലുള്ള സഹകരണത്തിൻ്റെ രംഗത്തുണ്ട്, അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ മേഖലയിലേക്കും വരണം എന്നൊരു വലിയ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ പല അച്ഛന്മാരുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് കൂട്ടായ്മ. അത് ആ ഒരു സൗഹൃദത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ കുടുംബത്തിൽ പോലും ലഭിക്കുന്നില്ലെന്നുള്ള വാസ്തവം. അത് വൈദികർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഒരു തലമാണത്. അത് ഞാൻ ഒത്തിരിയേറെ അതിൽ സന്തോഷിക്കുന്ന ആളാണ്, അഭിമാനിക്കുന്ന ആളാണ്, അത് ആസ്വദിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആ ഒരു തരത്തിലാണ് ഞങ്ങൾ കത്തനാർ ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന പേരിൽ ഒരുമിച്ച് കൂടാനോ ഇടയാക്കിയത്. അപ്പോൾ ഈ കത്തനാർ ക്രിക്കറ്റ് ക്ലബ്ബിന് ഇനി ഒരുപാട് മാച്ചുകൾ നമുക്ക് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്യാപ്റ്റന്മാരോട് ആൻസലച്ചനോടും ജോർജിനച്ഛനോടും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തുടർന്നും മാച്ചുകൾ സംഘടിപ്പിക്കാം എന്നുള്ളതാണ്. കുറച്ചുകൂടെ വിശാലമായി ഇപ്പോൾ 26ഓളം വൈദികർ ഇതിനകത്ത് അംഗങ്ങളായി ഇവിടെ പരിശീലനത്തിനൊക്കെ വരുന്നുള്ളായിരുന്നു. കുറച്ച് പേരൂടെ ഉണ്ട് താല്പര്യമുള്ളവർ. പലപ്പോഴും ഈ തിരക്കുകളാണ് പ്രശ്നം. ഞങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സമയം കണ്ടെത്തി ഓരോ സോണിലൊക്കെ ഇപ്പോൾ ഇന്ന് ഞങ്ങളത് സംസാരിക്കാം. സോണൽ വൈസ് അച്ഛന്മാരെ എന്തുകൊണ്ട് ഒരുമിച്ച് കൂട്ടാൻ പറ്റിയാൽ ഇതുപോലെ അധ്യാപകർ കൂടിയ പോലെ എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു പൗരോഹിത്യത്തിൻ്റെ സൗഹൃദം, അതിൻ്റെ സന്തോഷമാണ് ഇവിടെ കാണുന്നത്.
അച്ഛാ, ഇന്ന് നമ്മുടെ കത്തനാർ ക്രിക്കറ്റ് ക്ലബിൻ്റെ ആദ്യത്തെ മത്സരമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? എന്തായിരുന്നു നമ്മുടെ ഒരു വിജയമായിരുന്നോ? ആവേശകരമായ മത്സരമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ആദ്യത്തെ കളി ഞങ്ങൾക്ക് തോക്കേണ്ടി വന്നു. പക്ഷേ നല്ല കളിയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ടൂർണമെൻറ്റിൽ ജയിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണേലും കത്തനാർ ക്രിക്കറ്റ് ക്ലബിന് എല്ലാവിധ ആശംസകളും. ടീം നല്ല സെറ്റാണ്, നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് കളിക്കുന്ന അച്ഛന്മാരാണ് എല്ലാവരും. പക്ഷേ ഭാഗ്യക്കേട് കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. പക്ഷേ അടുത്ത ടൂർണമെൻറ്റിൽ ശക്തിയായി തിരിച്ചു വരുന്നതായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. Over the top, the little man has hit the big fella for 6. He's off his size, and he's smashed him down the ground. What a player! What a wonderful player!